Hi friends, 3D Home Tipsന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മെഷ് ഫയൽ അല്ലാതെ ഒരു പ്ലാന്റ് പോട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ പ്ലെയിൻ സെലക്ട് ചെയ്തു. പ്ലെയിൻ ടൂൾ ഉപയോഗിച്ച് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അതിനുശേഷം അതിന് സെഗ്മെൻറ്റ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം വിയേറ സെറ്റിങ്സിലേക്ക് മാറ്റി നമ്മളെ സെറ്റിങ്സ്. അതിനുശേഷം ഞാൻ ഒരു ലീഫ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഗൂഗിളിൽ നിന്ന് ഒരു ലീഫ് ഒന്ന് സെർച്ച് ചെയ്ത് തിരഞ്ഞെടുക്കാം. അപ്പോൾ അത് സ്ക്രീനിൽ നോക്കിയാൽ ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ഇമേജാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ലീഫ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്ലാന്റ് പോട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഇതൊന്ന് സേവ് ചെയ്യുകയാണ്. ഈ ലീഫ് സേവ് ചെയ്തതിന് ശേഷം ആ പ്ലെയിൻ 3D മാക്സിലേക്ക് പോകാം. 3D മാക്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്ലെയിനിൽ ഇപ്പോൾ സേവ് ചെയ്ത ലീഫ് ഒന്ന് ആഡ് ചെയ്യണം. അതിനുവേണ്ടി മെറ്റീരിയൽ എഡിറ്റർ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽ ആ പ്ലെയിനിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ പ്ലെയിനെ ഒന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ റൈറ്റ് ക്ലിക്ക് പോയിട്ട് എഡിറ്റബിൾ പോളി ആക്കാം. അതിനുശേഷം എഡിറ്റബിൾ പോളിയിൽ വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് കട്ട് എന്ന ഓപ്ഷൻ കാണാം. കട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ലീഫിൻ്റെ, അതായത് ഇലയുടെ എഡ്ജിൽ കൂടെ ഇത് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുവരേക്കും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എഡിറ്റബിൾ പോളിയിൽ നാലാമത്തെ ഓപ്ഷൻ പോളിഗൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലീഫിൻ്റെ എഡ്ജിൻ്റെ ഔട്ടർ സൈഡിൽ, അതായത് പുറം ഭാഗത്ത് നിങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു ലീഫിൻ്റെ ആകൃതിയിൽ അഥവാ രൂപത്തിൽ നമുക്ക് ആ ഇമേജ് കിട്ടിയതായിട്ട് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ റൊട്ടേറ്റിൻ്റെ ഓപ്ഷൻ
ക്ലിക്ക് ചെയ്യുക. റൊട്ടേറ്റിൻ്റെ ഷോർട്ട് E ആണ്. അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഫ്രണ്ട് എലിവേഷനിലേക്ക് ഇമേജ് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ XYZ എന്ന് ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ Xൽ 90 എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫ്രണ്ട് വ്യൂവിൽ പോവുക. ഓക്കെ, അതിനുശേഷം നമുക്ക് പ്ലാന്റ് പോട്ട് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് പോയിട്ട് കാണുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യൂ. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.